സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ്. ഓരോ ദിവസവും വലിയ രീതിയിലുള്ള താപനിലയാണ് രേഖപ്പെടുത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരെയും തെരുവോര കച്ചവടക്കാരെയും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. ഇപ്പോൾ നല്ല അന്തരീക്ഷം, ഭയങ്കര ചൂടാണ്. രാവിലെ 6 മണി തൊട്ടേ ചൂട് തുടങ്ങുകയാണ്. പിന്നെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര പൊള്ളുന്ന, ദേഹമൊക്കെ പൊള്ളുന്ന കണക്കിനുള്ള ചൂടാണ്. 3 മണിയൊക്കെ ആകുമ്പോൾ അത് ഇത്തിരി കൂടെ കൂടെയാണ്. അത് ശമിക്കാൻ ഒരു 5:30-6 മണിയൊക്കെ ആയാലേ ഒരു ചെറിയ ശമനം വരുന്നുള്ളൂ. ഇതുവരെ ആളുകൾ അങ്ങനെ റോഡിൽ വലുതായിട്ടില്ല, വാഹനങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. വളരെ ബുദ്ധിമുട്ടാണ്. നേരത്തെ ഉണ്ടായിരുന്ന ജോലിയെ പകുതി ജോലി ഇപ്പം നടക്കുന്നുള്ളൂ. ബിസിനസ് നടക്കുന്നില്ല. ലോട്ടറിയൊക്കെ ഒരുപാട് വിൽക്കാതെ മിച്ചം വരെയാണ്. ചൂടായപ്പം വാങ്ങാൻ ആളില്ല. നല്ല ചൂടാ, ഫാനൊന്നും ഏക്കണില്ല. നമ്മൾ കൊണ്ടുവരുന്ന എല്ലാം തീരുന്നുണ്ട്. കച്ചവടം കുഴപ്പമില്ല, നല്ല രീതിയിൽ നടക്കുന്നു. നമ്മുടെ ഈ ജനറേഷനോട് എപ്പോഴും ആൾക്കാരൊക്കെ പറയുന്നതാണ് ഗ്ലോബൽ വാർമിംഗ് കാരണം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതിപ്പോൾ കറക്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹോസ്റ്റലിനകത്തായിരിക്കുമ്പോഴും ചൂട് കാരണം നിൽക്കാൻ പറ്റുന്നില്ല. വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു പരിഹാരമായിട്ട് തോന്നുന്നില്ല. നല്ല രീതിയിലുള്ള ചൂടുണ്ട്. സാധാരണത്തെക്കാട്ടി കൂടുതൽ ചൂടാണ് ഈ ഉച്ച സമയങ്ങളിൽ. ചൂട് കാരണം കളിക്കാൻ പോകാൻ പറ്റൂല. ക്ലാസ് വിട്ടാൽ വെളിയിലിറങ്ങുമ്പോൾ ചൂടാണ്, നല്ല ചൂടും തളർച്ച പോലെയും. വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. ബൈക്ക് ഓരോ കിലോമീറ്റർ നിർത്തി വെള്ളം കുടിക്കേണ്ട അവസ്ഥയാണ്. മുമ്പത്തെ കാലം ചൂട് ഇപ്പോൾ കുറച്ച് കൂടുതലാണ്, കാരണം കുറച്ച് നേരത്തെ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് ചൂട് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ചെറിയൊരു കാറ്റുണ്ട്. ആ കാറ്റടിക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ഇതുപോലുള്ള കടകൾ തണുത്ത വെള്ളം കുടിക്കേണ്ടി വരും. തണുത്ത വെള്ളം കുടിച്ചുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ തൊണ്ടവേദന. എന്നാലും തണുപ്പ് ഒരുവിധം ഈ തൊണ്ടവേദനയൊക്കെ സഹിച്ച് വെള്ളം കുടിക്കാൻ തന്നെ ഒരു ആശ്വാസം. പകല് ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റില്ല. അതെല്ലാം പൊള്ളി വിരികൊണ്ടിരിക്കും. നല്ല ചൂടാണ്. ചൂട് കൂടുതലാണല്ലോ മൊത്തം. ഇതാണല്ലോ രാത്രി വലിയ കുഴപ്പമില്ല. ചേട്ടാ, നല്ല ചൂടല്ലേ? എനിക്കും കൂടെ ഒരു ജ്യൂസ് എടുത്തു. ഈ ചൂടിൽ നിന്നും രക്ഷ നേടാൻ ഒരു പരിധിവരെ ഈ സർബത്ത് നമുക്ക് സഹായിക്കും. ക്യാമറാമാൻ ബിനോജ് പി സോമനോടൊപ്പം ഹരിത ഹരിദാസ്, കൈരളി ന്യൂസ്.